Hello friends, welcome to Vidya Vidus YouTube channel. ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ക്ലേ കൊണ്ടുള്ള ഒരു ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ആക്രിപ്പെട്ടി തുറന്നു നോക്കുമ്പോഴായിരുന്നു ക്ലേ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടില്ല എന്ന കാര്യം ഓർമ്മ വന്നത്. ഇവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ബൾക്കായിട്ടാണ് കിട്ടുന്നത്. ക്ലേന്റെ കാര്യമല്ല കേട്ടോ പറഞ്ഞ്. പെയിന്റ് ഒക്കെ സിംഗിൾ പീസ് എടുക്കുകയാണെങ്കിൽ അതിന് ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും, അതേപോലെ ഒടുക്കത്തെ റേറ്റും ആയിരിക്കും. ഇവിടെ ക്രാഫ്റ്റിനായിട്ടുള്ള ഷോപ്പിലൊക്കെ എങ്ങനെയാണെന്നറിയില്ല. നമുക്ക് മീഷോന്നൊക്കെ പൈസ കുറഞ്ഞ് വാങ്ങി ശീലമായി പോയില്ലേ. അതുകൊണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ക്ലേ കൊണ്ടുവരാനാണെങ്കിൽ മറന്നും പോയി. സത്യത്തിൽ മറന്നതൊന്നുമല്ല, വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്നത് അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. റൂമിൽ ഞാൻ കളയാണ്ട് വെച്ചിരിക്കുന്ന 2-3 എഗ് ട്രേ ഉണ്ടായിരുന്നു. അതിവിടെ കൂട്ടി വെച്ചിട്ടും വേറെ കാര്യമൊന്നുമില്ലല്ലോ. എന്നാ അത് വെച്ച് നമുക്കിന്ന് ക്ലേ ഉണ്ടാക്കി നോക്കിയാലോ. ക്ലേ ഉണ്ടാക്കുന്നത് അത്ര വലിയ പണിയൊന്നുമല്ല. എഗ് ട്രേ ചെറിയ പീസസ് ആക്കുക. അതൊരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം അത് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് വെള്ളത്തിൽ കുതിർന്നു വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഞാനൊരു 10-12 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഇത് എടുത്ത് നോക്കിയത്. ശരിക്കും അത്രയും സമയം വെക്കണമെന്നൊന്നുമില്ല കേട്ടോ, 4-5 മണിക്കൂർ തന്നെ ധാരാളമായിരിക്കും. അങ്ങനെ നമ്മൾ കുതിർത്ത് വെച്ച എഗ് ട്രേ ഒരു 20 മിനിറ്റോളം തിരുമ്മിയെടുക്കുകയാണെങ്കിൽ വെള്ളത്തിൽ നന്നായി അലിഞ്ഞു കിട്ടും. ഞാൻ കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് തന്നെ 2 കൈ കൊണ്ട് തിരുമ്മിയെടുക്കുകയാണ് ചെയ്തത്. കൈ കൊണ്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ബീറ്റർ വെച്ചിട്ട് ചെയ്യാം. മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കുകയും ചെയ്യാം. മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നതാണ് കൂടുതൽ നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായി അരച്ചെടുത്ത ശേഷം അതിലെ വെള്ളമൊക്കെ പിഴിഞ്ഞു കളയാം. എന്നിട്ട് അതിലേക്ക് വൈറ്റ് ഗ്ലൂ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു തവണ ആഡ് ചെയ്യുന്നത് മാത്രമേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. അതേ കൺസിസ്റ്റൻസി തന്നെ ഞാൻ കുറച്ചും കൂടി ഗ്ലൂ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. കുഴച്ച് നല്ല ചപ്പാത്തി പരിവാക്കി എടുക്കണം. ഞാൻ ഇതിന്റെ കൂടെ കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മോൻ എനിക്കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ക്ലേ സെറ്റ് ആയിട്ടുണ്ട്. ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ച ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറെ നാൾ നിൽക്കുവേ. അപ്പൊ നമുക്ക് നമ്മൾ ക്ലേ കൊണ്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ എന്ത് വേണേലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിൽ ഞാൻ കളർ ആഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ കയ്യിൽ കളർ പറ്റി പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനിന്ന് ഉണ്ടാക്കിയ ക്ലേ വർക്കിംഗ് ആണോ അറിയണ്ടേ. എന്നാ ഒരു ചെറിയ ഫ്ലവർ ഉണ്ടാക്കി നോക്കാം. നമുക്ക് സ്പെഷ്യൽ ടൂൾസ് ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ട് കൈവച്ചും വിരൽ വെച്ചിട്ടും ഒക്കെയാണ് പെറ്റൽസും ലീഫും ഒക്കെ ചെയ്തെടുക്കുന്നത്. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടേ. ഞാൻ ഉണ്ടാക്കിയ ക്ലേയിൽ കുറച്ച് വെള്ളം അധികമായി പോയോ എന്ന് ഡൗട്ട് ഉണ്ട്. കുഴപ്പമില്ല, ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നതിനൊന്നും അത് എഫക്ട് ചെയ്യില്ല. പക്ഷെ ഡ്രൈ ആയി കിട്ടാൻ കുറച്ചധികം സമയം എടുക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ 5 പെറ്റൽസ് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതിന് നടുവിൽ വെക്കാനായിട്ട് ക്ലേ കൊണ്ട് ചെറിയൊരു ബോൾ പോലെ ഉണ്ടാക്കി എടുത്തിട്ട് പെറ്റൽസിന്റെ നടുവിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന്റെ തണ്ട് ഉണ്ടാക്കാനായിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുകയേ ചെയ്യുന്നുള്ളൂ. അതിന് 2 ഇലകളും കൂടി വേണമല്ലേ. അതും കൈവച്ച് തന്നെ പരത്തിയെടുത്ത് ഇലേന്റെ ഷേപ്പിലാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെ അവിടെ ഒട്ടി നിന്നോളൂ കേട്ടോ. ഇതെവിടെ ഒട്ടിക്കാനായിട്ട് പ്രത്യേകിച്ച് ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട. ഇവിടെ ഞാൻ ഇലകളിലും അതുപോലെ പൂവിന്റെ നടുഭാഗത്തായിട്ട് കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പേനയുടെ നിബ് വെച്ച് ജസ്റ്റ് കുത്തി കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ ഇലകളിൽ ലൈൻസ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് സമയം വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം ഞാൻ ഫ്ലവറിന് ഫുൾ ആയിട്ട് വൈറ്റ് പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ പെറ്റൽസിന് റെഡ് കളർ ചെയ്തെടുത്തു. സെന്ററിലായിട്ട് യെല്ലോ കളറും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കടകളിൽ നിന്ന് വാങ്ങുന്ന ക്ലേ പോലെ പെർഫെക്ഷൻ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അതായിരുന്നു എനിക്ക് ആകെ തോന്നിയ ഡീമെറിറ്റ്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ക്രാഫ്റ്റ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ക്ലേ തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ ലീവ്സിനും തണ്ടിനും ഒക്കെ ഗ്രീൻ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ലീവ്സിൽ ആ ലൈൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് യെല്ലോ കളർ വെച്ചൊന്ന് വരച്ചും കൊടുത്തിട്ടുണ്ട്. അതും വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെയുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും വീട്ടിൽ ഇതുപോലെ ക്ലേ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പൊ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.